നെക്സാറോ കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2021 മോഡൽ ടാറ്റ നെക്സോൺ EV വാഹനമാണ്. നമുക്കെല്ലാവർക്കും ഒരു യൂസ്ഡ് കാർ വിപണിയിൽ നിന്ന് പ്രത്യേകിച്ചും ഒരു ഇലക്ട്രിക് വാഹനമൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും, കാരണം ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് അഡ്വാൻറ്റേജുകളാണ് നമുക്കുള്ളത്. ഒന്ന്, നമുക്ക് ലോ പ്രൈസ് ആയിരിക്കും നമുക്ക്. അതായത് ഒരു പുതിയ വാഹനം വാങ്ങുന്നതിനേക്കാൾ കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ വിലയായിരിക്കും നമുക്കൊരു സെക്കൻഡ് EV വാഹനം വാങ്ങാമെന്നുള്ളത്. പിന്നെയാണ് നമുക്ക് വരുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ വാറണ്ടിനെ കുറിച്ചാണ്. സാധാരണ ടാറ്റ നെക്സോണിനൊക്കെ 1,60,000 കിലോമീറ്റർ ആണ് നമുക്ക് കമ്പനി വാറണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന് നമുക്കൊരു അഡീഷണൽ വാറണ്ടി കൂടി നമുക്ക് ലഭ്യമാണ്. അതായത് 2,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം വരെ നമുക്ക് വാറണ്ടിയോട് കൂടിയിട്ടാണ് ഈ വാഹനം നമുക്ക് ലഭ്യമാകുന്നത്. അതായത് യൂസ്ഡ് കാർ വിപണിയിൽ ഇന്നേ വരെ, സെക്കൻഡ് മാർക്കറ്റിൽ ഇന്നേ വരെ നമുക്ക് ഇതുപോലെ ഒരു വാറണ്ടി ആയിട്ട് നമുക്ക് വാഹനം ലഭിച്ചിട്ടില്ല. കേരളത്തിൽ തന്നെ യൂസ്ഡ് കാർ വിപണിയിൽ ആദ്യമായിട്ടായിരിക്കും 2,00,000 കിലോമീറ്റർ 3 വർഷം വാറണ്ടിയോട് കൂടിയിട്ട് നമുക്ക് ഈ വാഹനം ലഭ്യമാകുന്നത്. അപ്പോൾ പുതിയ വാറണ്ടി സ്കീമുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാഹനത്തിൽ ലഭ്യമാണ്. നമുക്ക് വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതി തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. LED പ്രൊജക്ടർ, ഹെഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. EV ബാഡ്ജിങ് തുടങ്ങിയ ഇതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ്, സെൻറ്റർ സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ടയർ നോക്കുകയാണെങ്കിൽ 5 ടയർ സ്റ്റെപ്പിന് ഉൾപ്പെടെ പുത്തൻ ടയറാണ് കിടക്കുന്നത്. MRFൻ്റെ ടയറാണ്. കമ്പനി അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബോഡി ലൈൻസ്, ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിലൊക്കെ നിൽക്കുന്നു. അതായത് ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഡെലിവറി ടൈമിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലഗേജസ് കാര്യങ്ങളെല്ലാം വെക്കാനുള്ള ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ലഗേജസ് അഡീഷണൽ വെക്കണമെങ്കിൽ വെക്കാം. വേറെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ ഒന്നും യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നെക്സോണിൻ്റെ EVയുടെ ചാർജർ നമുക്ക് ഇതിനകത്ത് ചാർജർ യൂണിറ്റ് വിത്ത് ബോക്സോടുകൂടി നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെക്സോൺ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലീൻ തന്നെയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്നാണ് പറയാനായിട്ട്. കമ്പനി തോന്നാത്ത രീതിയിൽ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വാഹനമാണിത്. ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ ഇതിന് ക്രൂസ് കൺട്രോൾ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC വരുന്നുണ്ട്. ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഹാർമൻ ഗാർഡൻ വിത്ത് JBL സ്പീക്കേഴ്സാണ് വരുന്നത്. സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. കമ്പനി തോന്നുന്ന അതേ രീതി തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വാഹനം തന്നെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2021 മോഡൽ നെക്സോൺ ഇലക്ട്രിക് വാഹനത്തിൻ്റെ മോട്ടോർ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോൺ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 129 PS പവറാണ് വരുന്നത്. അതുപോലെ 30.2 കിലോവാട്ട് ബാറ്ററിയാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനം 0 to 100 സ്പീഡ് കയറാൻ വേണ്ടി നമുക്ക് 9.9 സെക്കൻഡ് മാത്രം മതി. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ചാർജിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് DC ഫാസ്റ്റ് ചാർജിങ് വഴി ചെയ്യുകയാണെങ്കിൽ 60 മിനിറ്റിനുള്ളിൽ തന്നെ 80% നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ARI സർട്ടിഫൈഡ് കിലോമീറ്റർ റേഞ്ച് പറയുന്നത് 312 കിലോമീറ്ററാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 240 to 260 കിലോമീറ്റർ വരെ സുഖമായി യാത്ര ചെയ്യാവുന്ന ഒരു വാഹനം കൂടിയാണിത്, നെക്സോൺ ഇലക്ട്രിക് വാഹനം. നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് എടുക്കാം. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നെക്സോൺ EV പ്രൈം എന്ന് പറഞ്ഞാൽ XZ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് 2,00,000 കിലോമീറ്റർ വരെയാണ്. ടോട്ടൽ 2,00,000 കിലോമീറ്റർ 3 വർഷം എന്നുള്ള രീതിയിലാണ് നമ്മൾ അഡീഷണൽ വാറണ്ടി വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,50,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിന് ഫുൾ ലോൺ സൗകര്യം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.